2 മുരിങ്ങക്ക, ഇത് 2 മീഡിയം സൈസ് മുരിങ്ങക്കയാണ്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തോലൊക്കെ ഒന്ന് ചീകിക്കളഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഉച്ചയൂണിന് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇത് മുരിങ്ങക്കായുടെ സീസണല്ലേ, നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. Cook with Sophie, sharing 40 years experience. ഇതുപോലെ വലിപ്പമുള്ളതാണെങ്കിൽ ഒരു തക്കാളിപ്പഴം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളി. ഇത് സവാളയേക്കാളും നല്ലത് ചുവന്നുള്ളി തന്നെയാണ്. ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ഇതിൻ്റെ വലിയ ഉള്ളിയും ഒന്ന് മുറിച്ചിടണം. പിന്നെ എരിവിന് പച്ചമുളക് വേണമല്ലോ, അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെള്ളം. ഉള്ളി ഇതുപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളകും കീറി വെച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനൊരു അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിന് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരല്ലി വെളുത്തുള്ളി, 2-3 ചെറിയ ചുവന്നുള്ളി, പകുതി മഞ്ഞൾപ്പൊടി, പകുതി മുളക് പൊടി. വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യമേ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ മണം വന്നു കഴിയുമ്പോഴത്തേക്കും ചുമന്നുള്ളി ചേർക്കാം. കൂടെ പച്ചമുളകും കൂടെ. അതിലേക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കോല് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ആവി കയറി വന്നാൽ മതി. ഇതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം. ഈ തക്കാളിപ്പഴം ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, തീ കുറച്ച് വെക്കണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇത് ചാറുകറി ആയതുകൊണ്ട് ഇതിന് നേർത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി തീ കൂട്ടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇനി തീ കുറച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. മുരിങ്ങക്ക വെന്തോന്ന് നോക്കാം. വെന്ത് മുരിങ്ങക്കായൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ നോക്കാനൊന്നുമില്ല. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർക്കാം. ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇനി ഉപ്പൊന്ന് നോക്കണം. ഉപ്പും കൂടെ വേണം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പം ഇത് 1 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി കറിക്ക് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. കറിവേപ്പില പച്ചമുളക് ചേർക്കാം. പച്ചമുളക് കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. കടുക് വറുത്ത് കറിയിലേക്ക് ചേർക്കാം. ഇത് 2-3 മിനിറ്റ് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ചോറിനോടൊപ്പം അധികം ചേരുവകളൊന്നും ചേർക്കാതെ നല്ലൊരു ഒഴിച്ചുകറി റെഡിയായി. ഇപ്പം ഇത് മുരിങ്ങക്കായുടെ സീസണല്ലേ. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.